ാണ് ഉയരുന്നത്. തേവലക്കര സ്കൂളിലെ മിഥുന്റെ മരണത്തിൽ സ്കൂൾ മാനേജർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ചയുടെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ നേതൃത്വം നൽകുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. നശിക്കട്ടെ, അങ്ങനെ നശിക്കട്ടെ, ഇന്ത്യ ഭരണം നശിക്കട്ടെ, നശിക്കട്ടെ, അങ്ങനെ നശിക്കട്ടെ, പിണറായി സർക്കാർ നശിക്കട്ടെ. ജയ് 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 ബി ജെ പി, ജയ് 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 മഹിളാ മോർച്ച. പ്രതിഷേധം, പ്രതിഷേധം, ബി ജെ പിയുടെ പ്രതിഷേധം, ബി ജെ പിയുടെ പ്രതിഷേധം, മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരത് മാതാ കി, നരേന്ദ്ര മോദി കി, നരേന്ദ്ര മോദി കി. പ്രതിഷേധം, പ്രതിഷേധം, മഹിളാ മോർച്ചയുടെ പ്രതിഷേധം. നമ്മുടെ അമ്മമാരെല്ലാം കൂടി കുറച്ച് ഫ്രണ്ടിലോട്ട് മാറി നിൽക്കണം. നമ്മുടെ പ്രതിഷേധ പരിപാടി തുടങ്ങാൻ പോവുകയാണ്. മുഴുവൻ അമ്മമാരും ഫ്രണ്ടിലോട്ട് മാറി നിൽക്കണം. നമ്മുടെ ഈ പ്രതിഷേധ ധർണയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീമതി അഞ്ജന സുരേഷിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ പരിപാടിയിലൂടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ശോഭ സുരേന്ദ്രൻ, ഈ ജില്ലയുടെ പ്രഭാരി ശ്രീമാൻ അജിത് ചേട്ടൻ, ജില്ലാ പ്രസിഡന്റ് ശ്രീമതി രാജീവ് പ്രസാദ്, ഈസ്റ്റിന്റെയും വെസ്റ്റിന്റെയും ജില്ലയുടെയും മണ്ഡലത്തിന്റെയും മറ്റു എല്ലാ ഭാരവാഹികളെ നമസ്കാരം. നമുക്കറിയാം, ഇന്ന് നമ്മൾ ഏകദേശം ഒരു 4-5 ദിവസമായിട്ട് ഊണും ഉറക്കവും ഇല്ലാതെ ഒരു കുഞ്ഞിന്റെ വിലാപം, വീട്ടുകാരുടെ വിലാപവും ആ അമ്മയുടെ സങ്കടവും എല്ലാം നമ്മൾ മാറി മാറി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കുറച്ച് ദിവസമായി ഈ തേവലക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും അറിയാൻ വയ്യാത്തൊരു കുഞ്ഞും കുറച്ച് നേരത്തെ സ്കൂളിലെത്തി എന്നുള്ളതാണ് അത് ചെയ്തൊരു തെറ്റ്. അല്ലെങ്കിൽ ആ കുഞ്ഞ് കളിക്കാൻ അല്ലെങ്കിൽ സ്പോർട്സിന് അല്ലെങ്കിൽ ഫുട്ബോളിനോട് താല്പര്യം കൂടിപ്പോയി അവൻ കാണുന്നത് എന്തും കാലുകൊണ്ട് തട്ടി ഫുട്ബോൾ കളിക്കും എന്നൊരു സംവിധാനം അവൻ ചെയ്തതാണ്. അവൻ ഈ 3 ദിവസം മുന്നേ ഈ സ്കൂളിൽ ചെയ്ത ഒരു തെറ്റ്. അതിനു വേണ്ടിയിട്ട് ഈ നമ്മുടെ നാടിനെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ തന്നെ ഒരു മന്ത്രി ചിഞ്ചുറാണി, അവർക്ക് കൊച്ചുമക്കളും ഉള്ള അവരെന്താണ് പറഞ്ഞത്? അവര് സുംബോ കളിച്ചോണ്ടിരുന്നപ്പോൾ അവരുടെ വായിന് സുംബോ വാക്കുകൾ തെറിച്ചു വീണതാണ്. എന്നിട്ട് ഒരു ഉടുപ്പും ഇല്ലാതെ ഒരു നാണവും ഇല്ലാതെ ആ വീട്ടിൽ കയറി ചെന്ന് ആ സ്ത്രീകളെ അവരെ ആശ്വസിപ്പിക്കാനാന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കാര്യത്തിന് ആദ്യം പറയുന്ന വാക്കുകളല്ല എന്നും എപ്പോഴും അവരുടെ വായിൽ നിന്ന് വരുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ MLA ഒരു ചെക്ക് കൊണ്ടുവന്ന് വെല്ലോട്ട് കൊടുത്തിട്ട് ആ ചെക്കിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഉടനെ അത് സോഷ്യൽ മീഡിയയിൽ
ഇതൊക്കെയാണോ നമ്മുടെ ഒരു കുഞ്ഞ് നഷ്ടപ്പെടാൻ നമ്മൾ ചെയ്യുന്നത്? നമുക്കും ഇല്ലേ മക്കളും കുഞ്ഞുമക്കളും എല്ലാം? ഇവർക്കും ഇല്ലേ? കോവൂരിനില്ലേ? ചിഞ്ചൂറാണിക്കില്ലേ? ഇവർക്ക് എല്ലാവരുടെയും വീട്, ഇവരുടെയൊക്കെ വീടുകളിൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും നടക്കുന്നില്ല? കോവൂര് കല്യാണം കഴിച്ചല്ലോ, അത് ശരി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അതിന്റെ വേദന വിഷമം അറിയത്തില്ല. എന്നാലും സ്വന്തം എന്ന് പറയാൻ ആരെങ്കിലും ഒക്കെ അദ്ദേഹത്തിന് കാണുമല്ലോ. അന്യയുടെ മക്കളെ കാണുമ്പോഴല്ലേ അത്ര വിഷമം ഇല്ലാതുള്ളൂ. പക്ഷെ എനിക്കായാലും എന്റെ സഹപ്രവർത്തകർക്കായാലും ഏത് മക്കളെ കണ്ടാലും ഏത് കുഞ്ഞുമക്കളെ കണ്ടാലും എന്റെ വീട്ടിലെ മക്കളെ പോലെ നിങ്ങൾ ഓരോരുത്തർക്കും, ഓരോ അമ്മമാർക്കും, ഓരോ സഹോദരന്മാർക്കും അങ്ങനെയാണ്. എന്റെ വീട്ടിലൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എന്റെ വീട്ടിലെ കുഞ്ഞിനാണ് ഇതിങ്ങനെ നടന്നിരുന്നെങ്കിൽ എന്നോർത്ത് നമ്മൾ അന്നു മുതൽ ഇന്ന് വരെയും ഇപ്പൊ വരെ നമ്മൾ കരഞ്ഞുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സമരത്തിന്, ഈ പ്രതിഷേധ പ്രകടനത്തിന് എത്തിയിട്ടുള്ള നമ്മുടെ ബഹുമാന്യയായ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാജിയെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തായി നമ്മുടെ പ്രഭാരിയായിട്ടുള്ള അജിത്തേട്ടനാണ്. അജിത്തേട്ടനെയും വളരെ ബഹുമാനത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജില്ലാ പ്രസിഡന്റ് ശ്രീമതി രാജി പ്രസാദിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൊല്ലം ജില്ലയുടെ വെസ്റ്റിന്റെയും ഈസ്റ്റിന്റെയും എല്ലാ പ്രവർത്തകരും, എല്ലാ സഹപ്രവർത്തകരെയും വളരെ ഹാർദവമോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. നമ്മുടെ ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യാനെത്തിയ പാർട്ടിയുടെ ആരാധ്യയായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ, ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ച കൊല്ലം ജില്ലാ ഉപാധ്യക്ഷ ശ്രീമതി അഞ്ജന സുരേഷ്, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ നിയോജക മണ്ഡലം അധ്യക്ഷന്മാർ, ജില്ലാ ഭാരവാഹികൾ, അതേപോലെ തന്നെ മഹിളാ മോർച്ചയുടെ പ്രിയപ്പെട്ട അമ്മമാർ, സഹപ്രവർത്തകർ, ബൂത്തിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും എത്തിയ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, മീഡിയ അടക്കം എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിനെ കുറിച്ച് സൂചിപ്പിച്ചു. നമുക്കറിയാം, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് അമ്മ ജോലിക്ക് വേണ്ടി നിത്യവഴി ഇല്ലാതെ വിദേശത്ത് ജോലി പോകേണ്ടി വരുന്ന ഒരവസ്ഥ, അച്ഛൻ കൂലിപ്പണിക്ക് പോയി കുടുംബം പോറ്റിക്കൊണ്ടിരിക്കുന്ന ആ ജീവിത ചുറ്റുപാടിൽ നിന്ന് വളർന്നു വന്ന ഒരു കുഞ്ഞ്, അവന്റെ ഏറ്റവും വലിയ സ്വപ്നം അവനൊരു പട്ടാളക്കാരനാവുക എന്നുള്ളതാണ്. ആ പട്ടാളക്കാരനാകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്കൂളിൽ NCC ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവൻ 8ാം ക്ലാസ് അഡ്മിഷൻ ഈ സ്കൂളിലേക്ക് വാങ്ങിച്ചത്. അതേപോലെ തന്നെ ചിത്രരചനയില് പ്രാഗൽഭ്യം നേടിയ കുട്ടി, അതേപോലെ തന്നെ ഫുട്ബോളിൽ അവനെ എല്ലാ മേഖലയിലും തന്റേതായ കഴിവ് തെളിയിച്ച നല്ല മിടുക്കനായ ഒരു കുട്ടി. ആ കുട്ടിയാണ് ഇവിടുത്തെ സ്കൂൾ മാനേജ്മെന്റിന്റെ കഴിവുകേട് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, വർഷം ഏതാണ്ട് 150 വർഷത്തെ പഴക്കമുണ്ട് ഈ സ്കൂളുകൾക്ക്. സ്കൂളുകളുടെ നവീകരണത്തിനാവട്ടെ, അധ്യയന വർഷങ്ങളിലൊക്കെ കോടിക്കണക്കിന് ഇവിടെ സാമ്പത്തിക സഹായങ്ങളാണ് ഗവൺമെന്റുകൾ നൽകുന്നത്. പക്ഷേ അതൊന്നും ഇവിടെ ചെലവാക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി വക മാറ്റി ചെലവഴിക്കാനോ ഇവിടുത്തെ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇതേപോലെ നമ്മുടെ MLA അടുത്താണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുൻ മാനേജറായിട്ടിരുന്ന സ്കൂളാണിത്. അവരുടെയൊക്കെ മുൻപിലാണ് ഇത്തരത്തിലുള്ള ഒരു വൈദ്യുതി ലൈൻ പോയിട്ടുള്ളതെന്ന് അവർക്കെല്ലാം അറിയാം. പ്രദേശവാസികൾ പലപ്പോഴും പരാതികൾ നൽകി, എന്നിട്ട് പോലും ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ ഇവിടുത്തെ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഭാരതീയ ജനതാ മഹിളാ മോർച്ചയ്ക്ക് ഒറ്റ കാര്യം മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. ഇവിടെ ഇപ്പൊ ഗവൺമെന്റ് പറഞ്ഞിട്ടേക്കുന്നത് മാനേജർക്കെതിരെ കേസെടുത്തു, സ്കൂൾ പ്രിൻസിപ്പാളിനെ സസ്പെൻഡ് ചെയ്തു. പക്ഷേ ഒരു തെറ്റും ചെയ്ത പ്രിൻസിപ്പാളിനെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇതിന് ഈ നരഹത്യക്ക് കൂട്ടുനിന്ന ഇവിടുത്തെ മാനേജ്മെന്റിനെ പിരിച്ചുവിടുകയും അതേപോലെ തന്നെ മാനേജ്മെന്റിനെ പ്രതിചേർക്കപ്പെട്ട് അവരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഭാരതീയ ജനതാ മഹിളാ മോർച്ചയ്ക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഞങ്ങളും അമ്മമാരാണ്. രാവിലെ ഞങ്ങളുടെ കുഞ്ഞിന്റെ കൈവരലൊന്ന് മുറിഞ്ഞാൽ, ഞങ്ങളുടെ കുഞ്ഞിന്റെ മുഖമൊന്ന് വാടിയാൽ അമ്മമാരെന്ന നിലയിൽ അവർക്ക് വേദനിക്കും. അപ്പോഴാ അമ്മയ്ക്കുണ്ടായ നഷ്ടം, വിദേശത്ത് ജോലി പോകുമ്പോഴും രാവിലെ മകനെ വിളിച്ച് അവന്റെ സ്കൂളിലെ വിശേഷങ്ങൾ തിരക്കി, നീ പോയിട്ട് വാ, നന്നായി പഠിക്കെന്ന് പറഞ്ഞ് വിദേശത്ത് ജോലി ചെയ്ത ആ അമ്മയുടെ വേദന ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഈ രാഷ്ട്രീയത്തിന്റെ തീവ്ര ബാധിച്ചത് കൊണ്ടാണ്. കാരണം നമുക്കറിയാം, സ്കൂൾ തുറക്കുമ്പോൾ സ്കൂളുകളിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ സ്കൂളുകളിൽ കെട്ടിടങ്ങളിൽ എന്തെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് നോക്കിയിട്ട് വേണം പഞ്ചായത്തുകാര് അനുമതി കൊടുക്കണം സ്കൂളുകൾക്ക്. പക്ഷെ ഇവിടെ യാതൊരുവിധ മാനദണ്ഡവും പാലിക്കാതെയാണ് സ്കൂളുകൾ അനുമതി കൊടുത്തിരിക്കുന്നത്. കാരണം ഈ സ്കൂളിന്റെ PTA കോൺഗ്രസിന്റെ നേതാവാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിൽ നിന്ന് യാതൊരുവിധ രേഖകളും നോക്കാതെ, യാതൊരുവിധ കാരണവും നോക്കാതെ എല്ലാ അനുമതിയും ഈ പഞ്ചായത്തിൽ കൊടുത്തിരിക്കുന്നത്.
ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ CPM ഭരിക്കുന്ന അല്ലെങ്കിൽ CPMന്റെ നേതാക്കന്മാർ ഭരിക്കുന്ന സ്കൂളാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് തോന്നിവാസം കാണിച്ചാലും ഗവൺമെന്റ് യാതൊന്നും പറയത്തില്ല എന്നുള്ള ഇവിടുത്തെ മാനേജ്മെന്റിന്റെ നികൃഷ്ടമായ അവരുടെ കഴിവുകേട് കൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു കുട്ടി നഷ്ടമായിരിക്കുന്നത്. ഇനി കേരളത്തിൽ ഒരു കുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാകരുത്, കേരളത്തിൽ ഒരമ്മയ്ക്കും ഇതിന്റെ അമ്മയുടെ ഗതി ഉണ്ടാകരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മഹിളാ മോർച്ച ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ യഥാർത്ഥ ഘാതകരെ അറസ്റ്റ് ചെയ്യുന്നിടം വരെ ശക്തമായ സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നും ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനെത്തിയ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആരാധ്യ ശോഭാ സുരേന്ദ്രനെ ആദരപൂർവ്വം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊല്ലം ഈ പ്രദേശത്തെ ജില്ലയുടെ അധ്യക്ഷ ശ്രീമതി രാജി പ്രസാദ്, ശ്രീ അജിത്, ഭാരതീയ ജനതാ മഹിളാ മോർച്ചയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സഹപ്രവർത്തകന്മാരെ, സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. എന്റെ അഭിപ്രായത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സഹപ്രവർത്തകരായിട്ടുള്ള നമ്മൾ ഈ ബാരിക്കേഡിന്റെ മുകളിൽ കയറി കഷ്ടപ്പെടേണ്ട കാര്യമില്ല. കാരണം ഈ നിൽക്കുന്ന പോലീസ് അധികാരികൾ ഭാവിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മന്ത്രിമാർക്ക് സല്യൂട്ട് അടിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും. രാജസ്ഥാൻ നമ്മളാണ് ഭരിക്കുന്നത്, ഉത്തർപ്രദേശ് നമ്മളാണ് ഭരിക്കുന്നത്, ഛത്തീസ്ഗഡ് നമ്മളാണ് ഭരിക്കുന്നത്. നമുക്കറിയാൻ സാധിക്കും ഈ രാജ്യത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള നോർത്ത് ഈസ്റ്റ് ആകട്ടെ, ഈ മഹാഭാരതത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ ഇങ്ങ് ആന്ധ്രയിൽ വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെന്റ് ഈ രാജ്യത്ത് വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളുടെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയാണ്. കോൺഗ്രസുമില്ല, മാർക്സിസ്റ്റ് പാർട്ടിയുമില്ല ഈ രാജ്യത്ത് എന്നുള്ള അവസ്ഥയിലൂടെ നമ്മുടെ നാട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് മഹിളാ മോർച്ചയുടെ സഹോദരിമാരോട് എനിക്കുള്ള അഭ്യർത്ഥന എന്ന് പറയുന്നത്, അതിന്റെ മുകളിൽ അധികം കയറിയിട്ട് ഒരു പരിക്കും വരുത്തേണ്ട കാര്യമില്ല. പോലീസ് അധികാരികളിൽ ഇപ്പൊ ഭൂരിപക്ഷവും നരേന്ദ്രമോദി ഫാനായിട്ടുള്ള ആളുകളാണ്. ഗതികേട് കൊണ്ട് നിൽക്കുകയാണ്, അല്ലാതെ പിണറായി വിജയനോടുള്ള പ്രേമം കൊണ്ട് നിൽക്കുകയല്ല. ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു കൊഞ്ഞാനാണ്. ഒരു കഴിവും ഈ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മന്ത്രിയെ കുറിച്ച് കേരളത്തിൽ സംസാരിക്കുന്നത്. എന്തെങ്കിലും ഒരു വകതിരിവുള്ള മന്ത്രിയായിരുന്നുവെങ്കിൽ എന്റെയും നിങ്ങളുടെയും ഈ പാവപ്പെട്ട കുട്ടി ഇവരുടെ സർക്കാരിന്റെ അനാസ്ഥ മൂലം പിടഞ്ഞു വീണ മരിച്ചിട്ട് അവൻ എന്തിനാണ് ഈ മരപ്പലക പൊളിക്കാൻ പോയത് എന്ന് ചോദിച്ച വിവരം കെട്ട പ്രതികരണം നടത്തിയിട്ടുള്ള ഒരു മന്ത്രിയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. മന്ത്രി എന്തിനാണ് ബർമുടയിട്ടുകൊണ്ട് നിയമസഭയില് കുഷ്യനുള്ള കസേര നോക്കിയിട്ട് തലകറങ്ങി വീണത് എന്ന് കേരളത്തിലെ ജനങ്ങളെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കരുത്. നിങ്ങൾ കേരളത്തിൽ അധികാര കേന്ദ്രത്തിൽ ഇരുന്നുകൊണ്ട് വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്യാനുള്ള പരിണിത പ്രജ്ഞതയില്ലാത്തതുകൊണ്ടും നിങ്ങൾക്ക് വിവേകമില്ലാത്തതുകൊണ്ടുമാണ് ഈ പാവപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഈ കുട്ടി നമ്മെ നഷ്ടപ്പെട്ട് വിട പറഞ്ഞു പോയത്. ഇന്ന് ഹരിപ്പാട് സ്കൂളില് സ്കൂൾ കെട്ടിടവും മതിലും ഇടിഞ്ഞു പൊളിഞ്ഞു വീണിരിക്കുകയാണ്. ക്ലാസ് ഉള്ള ദിവസമായിരുന്നു ഇന്നലെയെങ്കിൽ അവിടെയും അപകടം സംഭവിക്കുമായിരുന്നു. കേരളത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ സർക്കാർ സ്കൂളുകളിൽ ഇവിടുത്തെ മന്ത്രിമാരുടെ അനാസ്ഥ കൊണ്ട്, ഇവിടുത്തെ ഫിറ്റ്നസ് കൊടുക്കുന്ന പ്രാദേശിക ഭരണസമിതിയുടെ അനാസ്ഥ കൊണ്ട് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, ആരാണ് ഉത്തരവാദി? ആർക്കാണ് ഉത്തരവാദിത്വം? നിലമ്പൂരിൽ അനന്ത് മരിച്ചപ്പോ അന്ന് നിങ്ങൾ പറഞ്ഞു അത് വിദ്യുത് ശക്തി വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാരാണ് അതിന്റെ കാരണക്കാർ. എല്ലാ മീഡിയയും അവിടെ എത്തി, ജനങ്ങൾ ചെന്നു, പ്രതിഷേധിച്ചു, സമരം നടത്തി. അനന്തുവിന്റെ കുടുംബത്തിന് അനന്തുവിനെ നഷ്ടപ്പെട്ടു, നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. നമ്മൾ പ്രതിഷേധം നടത്തി, കേരളത്തിന്റെ പൊതുസമൂഹം. അങ്ങനെ അനന്തുവിനെ ജീവൻ പോയതിനു ശേഷം അവിടെ അനന്തുവിന്റെ കുടുംബത്തിന് ഏതാനും ലക്ഷങ്ങൾ കൊടുത്താൽ തീരുന്നതാണോ ആ കുഞ്ഞിന് നഷ്ടപ്പെട്ട അമ്മയുടെ വേദന? എത്ര വർഷം കഴിഞ്ഞാലും
ഒരമ്മയുടെ മകനെ നഷ്ടപ്പെട്ടാൽ ആ വേദന മാറുമോ? എന്നിട്ട് യാതൊരു മടിയുമില്ലാതെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇവിടെ മരണമടഞ്ഞിട്ടുള്ള ഈ കുഞ്ഞിന്റെ തലയിൽ അത് കെട്ടിവെച്ചുകൊണ്ട്, മിഥുന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് അവൻ കാരണമാണ് ഭരണമുണ്ടായത് എന്ന് പറയുക. മറ്റൊരു മന്ത്രി ചിഞ്ചുറാണി സുംബ ഡാൻസ് കളിക്കാൻ പോവുക. ഒരു കുഞ്ഞ് ഇവിടെ മരിച്ചു വീഴുന്ന സമയത്ത് ആ അമ്മയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിശ്ചയിച്ച പരിപാടികൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് ആ മനുഷ്യരുടെ, കരയുന്ന മനുഷ്യരുടെ കൂടെ ചേർന്ന് നിൽക്കാൻ മാതൃഹൃദയമില്ലാതെ, കൃത്യതയില്ലാതെ മറ്റൊരു പരിപാടിയില് നൃത്തം കളിക്കുന്നതിന്റെ ചിത്രം ദൃശ്യമാധ്യമങ്ങളിലൂടെ എനിക്കും നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ ജനങ്ങൾ കൂടുന്നു. ഒരു അപകടമുണ്ടായാൽ ബിന്ദു അവിടെ കോട്ടയത്ത് പിടഞ്ഞു വീണ് മരിച്ചു. മകളെ ചികിത്സിക്കാൻ പോയതാണ് ബിന്ദു കോട്ടയം മെഡിക്കൽ കോളേജില് ബിന്ദു മകളെ ചികിത്സിക്കാൻ പോയപ്പോ ആ കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു പറഞ്ഞപ്പോ അന്ന് വാസവം പറഞ്ഞ എന്താണെന്ന് അറിയുമോ? ഞങ്ങൾ ആരും ഉരുട്ടിയിട്ടതല്ലോ എന്നാണ് പറഞ്ഞത്. വാസവൻ മന്ത്രി പറയുകയാണ്, ഉരുട്ടിയിട്ടതല്ലോ ബിന്ദുവിനെ അല്ലെങ്കിൽ കെട്ടിടത്തിനെ എന്ന് പറഞ്ഞാൽ ബിന്ദു മരണപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നാണ് വാസവൻ പറഞ്ഞതിന്റെ മലയാളം അല്ലേ? അതുപോലെ തന്നെയല്ലേ ശിവൻകുട്ടി പറഞ്ഞത്? വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി പറയുകയാണ്, കുട്ടി വളരെ കൂടുതൽ കളിക്കുന്ന ആളാണ്. ശിവൻകുട്ടി മാങ്ങ എറിഞ്ഞിട്ടില്ലേ? ശിവൻകുട്ടി മരത്തിന്റെ മുകളിൽ കയറിയിട്ടില്ലേ? ശിവൻകുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് നല്ല കുട്ടിയായിട്ടാണോ ഇരുന്നത്? എല്ലാ കുട്ടികൾക്കുമുള്ള കളിക്കാനുള്ള, ഫുട്ബോൾ കളിക്കാനുള്ള, മരത്തിൽ കയറാനുള്ള, അല്ലെങ്കിൽ മാങ്ങ എറിയാനുള്ള, അവരുടെ ചെറുപ്പത്തിലുള്ള എല്ലാ വിചാരങ്ങളുമുള്ള ഒരു കുഞ്ഞു കുട്ടി തന്നെയാണ് മരണമടഞ്ഞു പോയിട്ടുള്ള മിഥുൻ. ആ മിഥുനെ നെഞ്ചേറ്റിക്കൊണ്ട്, മിഥുന്റെ കുടുംബത്തോട് സ്നേഹം പങ്കുവെച്ചുകൊണ്ട് പ്രതികരണം നടത്തേണ്ട മന്ത്രിമാർ അങ്ങനെ കൃത്യതയില്ലാതെ പ്രതികരണം നടത്തുമ്പോ എനിക്കിവിടെ പറയാനുള്ളത്, ഈ ബാരിക്കേഡ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഇവിടെ നിന്ന് മാറ്റിയിട്ട് സ്കൂളിലേക്ക് കയറിയിട്ട് ആ സ്കൂള് ലക്ഷ്യമാക്കിക്കൊണ്ട് മുദ്രാവാക്യം വിളിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഇവിടെ ഈ സമരം കാണാൻ വേണ്ടി അമ്മമാരും സഹോദരന്മാരും ഒക്കെ അവിടെ മുകളിൽ നിൽക്കുന്നുണ്ട്. നിങ്ങളെന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നമായിട്ടുള്ള അരിവാളുണ്ടല്ലോ, ആ അരിവാൾ ചുറ്റികയിൽ നിങ്ങൾ എന്ന് വോട്ട് ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നുവോ അന്നേ കേരളത്തിലെ പാവപ്പെട്ടവന്റെ ശാപവും ഭാരവുമായിട്ടുള്ള ഈ മുന്നണി അധികാര കേന്ദ്രത്തിൽ നിന്ന് താഴെയിറങ്ങും. നിങ്ങളോട് പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, എനിക്ക് പാവപ്പെട്ടവരെ താല്പര്യമുണ്ട്, എനിക്കിവിടുത്തെ കർഷക തൊഴിലാളിയെ സ്നേഹമാണ്, എനിക്കിവിടുത്തെ ഭാരം ചുമത്തുന്നവരെ സ്നേഹമാണ്. ഒന്നുമല്ല, പിണറായി വിജയന് കേരളത്തെ പോലും സ്നേഹമല്ല. പിണറായി വിജയനും കുടുംബത്തിനും ഉണ്ടാക്കിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുണ്ടല്ലോ, അത് വാരി കൂട്ടിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കുന്ന പിണറായി വിജയൻ ഇടയ്ക്കിടയ്ക്ക് ചികിത്സയുടെ മറവിൽ അമേരിക്കയിൽ പോവുകയും ഇടയ്ക്കിടയ്ക്ക് ദുബായിൽ വണ്ടി ഇറങ്ങുകയും ചെയ്യുന്നത് നാട് നന്നാക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള സഖാക്കന്മാർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആലപ്പുഴക്കാരൻ സുധാകരൻ സാറ് പറഞ്ഞത്, എന്താണ്, ഈ നടപടിക്രമങ്ങളൊന്നും ശരിയായിട്ടുള്ള വഴിക്കല്ല ഭരണം മുന്നോട്ട് പോകുന്നത് എന്നുള്ള സൂചന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡറായിട്ടുള്ള ശ്രീമാൻ സുധാകരന് പോലും കേരളത്തിന്റെ മുന്നിൽ പറയേണ്ട സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ കേരള സംസ്ഥാനത്തിന്റെ പോക്ക് ശരിയല്ലെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിലിരിപ്പ് ശരിയല്ലെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് അഴിമതിയുടെ പേരിലിട്ട ആളല്ല എന്തായാലും ആലപ്പുഴക്കാരൻ മുൻ മന്ത്രി ശ്രീമാൻ സുധാകരൻ. അദ്ദേഹം കുറച്ചൊക്കെ മനസാക്ഷിയുള്ള ഒരു മനുഷ്യനാണ്. അത് പറയുന്നതിന്റെ പേരിലാണ് മാർക്സിസ്റ്റ് പാർട്ടി പോലീസ് അധികാരികൾക്കറിയാം പഴയ പ്രസംഗം. കഴിഞ്ഞ ആലപ്പുഴയിലും ഈ കേരളത്തിലും രാജ്യത്തും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞത്, ഞങ്ങള് കള പറയ്ക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാണ്. എന്താണ് കള പറയ്ക്കുന്ന ഡയലോഗ് എവിടെയാ ഉള്ളത്? നമ്മൾ കണ്ടത് ലൂസിഫർ സിനിമയിലാണ്. കള പറയ്ക്കാൻ പോയിട്ട് തിരിച്ചു വന്ന മോഹൻലാലിന്റെ ഷർട്ടിലെ ചോര, ആ ചോര കണ്ട് ഒരു മാധ്യമ പ്രവർത്തകനും ഭാര്യയും ഞെട്ടി. മാധ്യമ പ്രവർത്തകന്റെ ഭാര്യ ചോദിച്ചു ആ സിനിമയില് ആ കഥാപാത്രത്തോട്, എന്താണ് സർ ഷർട്ടില് ചോര? അപ്പോ ആ ഷർട്ട് നോക്കിയിട്ടൊന്ന് പിടിച്ചിട്ട് ലൂസിഫറിലെ നായകൻ മോഹൻലാൽ പറയുകയാണ്, എന്താണ്, കർഷകനല്ലേ മാഡം, കള പറയ്ക്കാൻ പോയതാണ്. അതിന്റെ തൊട്ട് മുന്നത്തെ സീൻ എന്താണ്, ഒരാളെ
ഒരു പോലീസ് ഓഫീസറെ കൊലപ്പെടുത്തിയതിനു ശേഷം തിരിച്ചു വന്ന് ആ ചോര പുരണ്ട ഷർട്ടുമായിട്ട് മാധ്യമവുമായിട്ട് സംവദിക്കുന്ന കഥാപാത്രമായിട്ടുള്ള ആ മോഹൻലാൽ പറഞ്ഞ മറുപടി, അത് കേരളത്തിൽ ഗോവിന്ദ മാഷ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ആലപ്പുഴയിലും കേരളത്തിലും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകന്മാർ മാത്രമല്ല, നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് BJPക്ക് 20% വോട്ട് കിട്ടിയപ്പോ ഞങ്ങൾ കൊലപാതകം നടത്തും വേണ്ടി വന്നാൽ എന്നുള്ള സൂചനയാണ് അന്ന് കേരള രാഷ്ട്രീയത്തിൽ ഗോവിന്ദൻ മാഷ് നടത്തിയതെങ്കിൽ ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി അതിനൊരു മറുപടി കൊടുത്തു. ഞാൻ കൊടുത്ത മറുപടി എന്താണെന്ന് അറിയുമോ? കളപറയ്ക്കുന്ന പരിപാടിയൊക്കെ പണ്ട് നിങ്ങൾക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ കളപറയ്ക്കാൻ തീരുമാനമെടുത്ത കാലമുണ്ടായിരുന്നു. എന്നാൽ ആ കാലം മാറി മിസ്റ്റർ ഗോവിന്ദൻ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിലിരിക്കുന്നത് ശ്രീമൻ നരേന്ദ്രമോദിയാണ്. ഞങ്ങളുടെ ഹോം മിനിസ്റ്റർ അമിത്ഷാജിയാണ്. കളപറയ്ക്കുന്ന ചിന്ത പോലും ഗോവിന്ദൻ മാഷുടെ തലയിൽ ഉണ്ടാകരുത് എന്ന് അടിവരയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ പ്രവർത്തകർ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ സഖാക്കന്മാരുടെ മരണം അത് ഉറപ്പാക്കുമെന്നാണ് സൂചിപ്പിച്ചത്. ഏത് പാർട്ടിക്കകത്തു നിന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്ത ഭാരതീയ ജനതാ പാർട്ടിയെ അനുകൂലിച്ചവരെ കളകളായി കണ്ടുകൊണ്ട് ആ കള പറക്കാൻ തീരുമാനം നിങ്ങൾ എടുക്കുമ്പോ ഞങ്ങൾ മുന്നിലുണ്ടാകുമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി കൊടുത്ത വാക്ക്. ഞങ്ങൾ സമരത്തിന്റെ മുന്നിൽ മാത്രമല്ല, ഞങ്ങൾ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി എടുക്കുന്ന ഏത് തോന്നിവാസത്തിന്റെ മുന്നിലും ഏത് തെറ്റിന്റെ മുന്നിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം ഉണ്ടാകുമെന്ന് പറയുകയും ഒരൊറ്റ സഖാവും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആകട്ടെ, ബ്രാഞ്ച് സെക്രട്ടറി ആകട്ടെ, ആലപ്പുഴയിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. കൊടിവെച്ച കാറിൽ പോകുന്ന ചെറുപ്പക്കാരനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നത്. അപ്പോ ആരോ ആകട്ടെ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആകട്ടെ, ഏത് വ്യക്തി ഭാരതീയ ജനതാ പാർട്ടിയെ സ്വീകരിക്കാൻ വന്നാലും അവനെ സംരക്ഷിക്കാനുള്ള ചങ്കൂറ്റമുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. തേവലക്കര സ്കൂളിലെ മിഥുന്റെ മരണത്തിൽ സ്കൂൾ മാനേജർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ചയുടെ